ഓക്കെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവീസ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ സർവീസ് മാർക്കറ്റിംഗിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് സർവീസ്, എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയണം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്, മാർക്കറ്റിങ്ങിൻ്റെ സമയത്തിന് നമ്മൾ പറയുന്നത് മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് എന്നാണ് പറയുക. ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുക. ആൻഡ് മാർക്കറ്റിംഗ് മീൻസ് all those activities which are undertaking to bring the goods from the hands of producer to the hands of customer. പ്രൊഡ്യൂസറുടെ കയ്യിലുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്താണെന്ന് വെച്ചാൽ അത് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഏറ്റെടുക്കുന്നത് അതിനെല്ലാം കൂടെ പറയുന്നതാണ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ സർവീസ് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഗുഡ്സിന് റെലവൻസ് ഇല്ല, നമ്മളിവിടെ സർവീസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് സർവീസ്? സർവീസിന്റെ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സർവീസ് ഈസ് ഇൻടാഞ്ചിബിൾ. അപ്പോൾ എ സർവീസ് ഈസ് ഇൻടാഞ്ചിബിൾ പ്രോഡക്റ്റ് ഇൻവോൾവിങ് എ ഡീഡ് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ്, എ പെർഫോമൻസ് ഓർ എൻ എഫേർട്ട് that cannot be stored or physically processed. That means a service is intangible. However, even it is intangible, it provides satisfaction to the customers. So a service is intangible one, but it involves some of the performance, and that performance cannot be stored and cannot be physically processed. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ പലതരത്തിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും. നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ട്. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ശരിക്കും ടാഞ്ചിബിൾ ആണ്. നമുക്കത് ടച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമുക്കത് കാണാൻ പറ്റും, സ്മെല് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സർവീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ടച്ച് ചെയ്യാൻ പറ്റില്ല, നമുക്കത് എന്താ പറയുക, കാണാനൊന്നും കഴിയില്ല. ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ്, we can make the benefits of the service. So it cannot be stored and cannot be physically processed. Even it is intangible, it provides satisfaction to the customers because it provides a feeling to the customers. Service provides feeling to the customers, and that feeling will be satisfaction. Then we can go to the characteristics of service. Many characteristics are there, and some of them are intangibility. The service is intangible one. സർവീസ് ഒരിക്കലും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നത്, എൻ്റെ ക്ലാസ്സിനെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കത് ടച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ ഡയഗ്നോസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും, ഡോക്ടറെയും കാണാൻ പറ്റും, പേഷ്യൻറ്റിനെയും കാണാൻ പറ്റും. പക്ഷെ ഡോക്ടർ കൊടുക്കുന്ന സർവീസ് എന്താണ് എന്നുള്ളത്, അയാൾ എന്തൊക്കെയാണ് പരിശോധിക്കുന്നത്, അയാളുടെ മൂവ്മെന്റ്സ് അറിയാം എന്നല്ലാതെ അയാൾ കൊടുക്കുന്ന സർവീസ് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല, നമുക്കത് ടച്ച് ചെയ്യാനും പറ്റില്ല. അതിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. Then another one, variability എന്ന് പറഞ്ഞാൽ ഗുഡ്സ്, നമുക്ക് ഒരാളൊരു പ്രോഡക്റ്റ് നമുക്ക് തന്നു, ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ മൊബൈൽ ഫോൺ നമുക്കൊരാൾ തന്നു. ആ തന്ന വ്യക്തി പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അതെന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാൽ പല കാര്യങ്ങൾക്കും നമുക്കത് ഉപയോഗിക്കാനായിട്ട് വരും. ഒരു പ്രാവശ്യം നമ്മളത് ഉപയോഗിച്ചു, പിന്നെ നമുക്കത് മാറ്റി വെച്ചു, വീണ്ടും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഉപയോഗിച്ചു, അങ്ങനെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്കത് പോസിബിൾ അല്ല. അപ്പം നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി, ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് അയാളുടെ സേവനം നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടണം. പിന്നെ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ
വീണ്ടും സർവീസ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് പോന്നു കഴിഞ്ഞിട്ട് ഡോക്ടർ നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒരിക്കലും നമുക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യില്ല. ദെൻ മറ്റൊന്നാണ് സൈമൾട്ടേനിറ്റി എന്ന് പറഞ്ഞാൽ ഈ സർവീസ് പ്രൊവൈഡറും സർവീസ് ആക്സെപ്റ്ററും എന്ന് പറഞ്ഞാൽ ആരാണോ സർവീസ് നൽകുന്നത് അതിൻ്റെ മാർക്കറ്ററും യഥാർത്ഥ കസ്റ്റമർ ഉണ്ട്, സർവീസ് കിട്ടുന്ന ആൾ, അയാളും, ഈ രണ്ടാളുകളും ഒരേ സമയത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർവീസ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഗുഡ്സ് അങ്ങനെയല്ല, രണ്ടാളും നമുക്കൊരു ഏജന്റിന്റെ കയ്യിൽ കൊടുത്തു വിടാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ മൊബൈൽ ഫോൺ എന്നുള്ള എക്സാമ്പിൾ ആണെങ്കിൽ നമ്മളിപ്പോൾ ആമസോൺ വഴിയൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴിയൊക്കെ നമ്മൾ പ്രോഡക്റ്റുകൾ ഗുഡ്സ് വാങ്ങാറുണ്ട്. പക്ഷെ സർവീസ് നമുക്ക് അങ്ങനെ ഓൺലൈൻ വഴിയൊന്നും വാങ്ങാനായിട്ട് പറ്റില്ല. ദ നെക്സ്റ്റ് വൺ, ഇൻസെപ്പറബിലിറ്റി. ദെൻ the services are not separable from the service provider. ഇപ്പോൾ ഒരു മെക്കാനിക്കിനെ സംബന്ധിച്ച് നമ്മുടെ വാഹനം കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ആ വാഹനം കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സർവീസ് മാത്രം നമ്മുടെ അടുത്ത് എത്തൂല, സർവീസ് പ്രൊവൈഡറുടെ കൂടെ മാത്രമേ എത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ സർവീസ് പ്രൊവൈഡർ ഇല്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല. സോ ഇറ്റ് ഈസ് ഇൻസെപ്പറബിൾ, നമുക്ക് ഒരിക്കലും അതിനെ വേർതിരിക്കാൻ പറ്റില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, പെരിഷബിലിറ്റി. പെരിഷബിൾ മീൻസ് ദ സർവീസ് ഈസ് നോട്ട് ലോങ് ലാസ്റ്റിംഗ്. കുറേ കാലം നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂല. നമുക്ക് എപ്പോഴാണോ അത് കിട്ടുന്നത് ആ സമയത്ത് തന്നെ നമ്മളത് യൂസ് ചെയ്തോളണം. അത് നമുക്ക് പിന്നീട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പം എപ്പോഴാണ് നമുക്ക് ആ സർവീസ് ഇടുന്നത് ആ സമയത്ത് തന്നെ നമ്മളത് യൂസ് ചെയ്യൽ നിർബന്ധമാണ്. ഇതൊക്കെയാണ് സർവീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ്, ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ സാധാരണ ഗുഡ്സും സർവീസും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പറയുന്ന സമയത്തിന് ഗുഡ്സ് ഓർ സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്നാണ് പറയുക. അപ്പോൾ ഗുഡ്സും സർവീസും രണ്ടാണ്. വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഗുഡ്സ് ആർ ഫിസിക്കൽ കമ്മോഡിറ്റീസ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വസ്തുക്കളാണ്, കുറച്ച് സാധനങ്ങളാണ്. അത് നമുക്ക് കാണാൻ പറ്റും, ഫിസിക്കൽ ഫോം അതിനുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ, സർവീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ഫിസിക്കൽ കമ്മോഡിറ്റി, ഇറ്റ് ഈസ് എ പ്രോസസ് ഓർ എൻ ആക്ടിവിറ്റി. സർവീസ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ഇതൊരു പ്രോസസ്സാണ്. ദെൻ നെക്സ്റ്റ്, ഗുഡ്സ് ഈസ് ടാഞ്ചിബിൾ. നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് ടാഞ്ചിബിൾ, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നു, ക്യാൻ ടച്ച് ആൻഡ് ഫീൽ. ബട്ട് സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ, വി കനോട്ട് സീ ഇറ്റ് ഓർ വി കനോട്ട് ടച്ച് ഇറ്റ്. നമുക്കത് ടച്ച് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ദെൻ ഗുഡ്സ് ആർ ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ സോപ്പുകളുണ്ടാവും. അപ്പോൾ ഒരേ ബ്രാൻഡിൽ വരുന്ന ഏതെങ്കിലും, ഇപ്പം നമ്മൾ പിയേഴ്സിൻ്റെ കുറേ സോപ്പുകൾ അവിടെ ഷോപ്പിലുണ്ടാവും, അതെല്ലാം ഒരേ രൂപത്തിലായിരിക്കും. ബട്ട് ദി സർവീസസ് ആർ ഹെറ്ററോജീനസ്. സർവീസ് എന്ന് പറഞ്ഞാൽ ഒരാളാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം നൽകിയ അതേ രൂപത്തിലാവണം എന്നില്ല. ചോദ്യം, ഇപ്പോൾ രണ്ട് പേഷ്യൻസ്, ഒരേ രോഗമുള്ള രണ്ട് പേഷ്യൻസ് ഡോക്ടറെ അടുത്ത് വന്നു. അപ്പോൾ ആ ഡോക്ടർ ആദ്യം ഒരു രോഗിയോട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. അതേ ക്വസ്റ്റ്യൻ തന്നെ ആവണം എന്നില്ല രണ്ടാമത്തെ ആളോട്. രണ്ടാമത്തെ ആൾ ചിലപ്പോൾ അയാളുടെ പേര് ചോദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അയാൾ വരുന്ന സ്ഥലം, അയാളുടെ ജോലിയൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം. അങ്ങനെ തന്നെ ആവണം എന്നില്ല എല്ലാവരോടും ചോദിക്കുന്നത്. സോ സർവീസസ് ആർ ഹെറ്ററോജീനിയസ്. ദെൻ ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ സെപ്പറേഷൻ ഫ്രം ദെയർ കൺസംഷൻ. മീൻസ് ദ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം വൺ പ്ലേസ് ബട്ട് ഇറ്റ് ഈസ് കൺസ്യൂംഡ് ഫ്രം അനദർ പ്ലേസ്. ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്ഥലത്തു നിന്നായിരിക്കും, പക്ഷെ അത് ഉപയോഗിക്കുന്നത് വേറെ സ്ഥലത്ത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മൊബൈൽ ഫോണിൻ്റെ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണ് ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന്, പല കമ്പനികൾ പല രാജ്യങ്ങളിൽ നിന്നാണ് അത് മാനുഫാക്ചറിങ് നടത്തുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. പക്ഷേ
സർവീസിനെ സംബന്ധിച്ചിടത്തോളം ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ആർ സൈമൾട്ടേനിയസ് പ്രോസസ്. നമ്മൾ എക്സാമ്പിൾ ഡോക്ടറുടെ കേസ് നമ്മൾ പറഞ്ഞു, അയാൾ കൊടുക്കുന്ന സർവീസ് എന്നുള്ളത് അയാൾ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ സമയത്ത് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, പേഷ്യൻറ്റിന് ആ സമയത്ത് തന്നെ അത് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഓൾ ദീസ് ആർ സൈമൾട്ടേനിയസ്ലി. ദെൻ ദ ഗുഡ്സ് ക്യാൻ ബി സ്റ്റോർ. നമുക്ക് ഗുഡ്സ് എന്ത് ചെയ്യാം, ഒരുപാട് സമയത്തേക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് തൽക്കാലം വാങ്ങി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി. നേരെ മറിച്ച് സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ്. ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് at that time when it is distributed or when the service provider is handed over. At that time the customer want to use the service, so it cannot be stored. Then in case of the goods, the transfer of ownership is possible. നമുക്കിപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഫോണോ വെഹിക്കിളോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് വാങ്ങുമ്പോൾ നമ്മളുടെ പേരിലേക്ക് അത് മാറ്റും, ഓണർ നമ്മളായിട്ട് മാറും. പക്ഷേ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ദ ഓണർഷിപ്പ് ഈസ് നോട്ട് പോസിബിൾ. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് വേറൊരാളെ പേരിലേക്ക് നമ്മുടെ സർവീസ് ഒരിക്കലും അതിൻ്റെ സർവീസിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിഫറൻസസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പോൾ എന്താണ് ഗുഡ്സ് എന്നും എന്താണ് സർവീസ് എന്നും എന്താണ് മാർക്കറ്റിംഗ് എന്നും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്താണ് സർവീസ് മാർക്കറ്റിംഗ്? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഈ സർവീസുകളുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ പറയുന്ന പേരാണ് സർവീസ് മാർക്കറ്റിംഗ്. അപ്പോൾ നമ്മുടെ ഫിലിപ്പ് കോട്ട്ലറുടെ അഭിപ്രായ പ്രകാരം എന്താണ് സർവീസ് മാർക്കറ്റിംഗ്? അക്കോർഡിംഗ് ടു കോട്ട്ലർ, എനി ആക്ട് ഓർ പെർഫോമൻസ് that one party can offer to another that is essentially intangible and does into result in the ownership of anything. Its production may or may not be tied to physical product. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ, ചെയ്യുന്ന പ്രവർത്തനത്തെ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടിനെ, ദാറ്റ് ഷുഡ് ബി ഇൻടാഞ്ചിബിൾ വൺ. അതിൻ്റെ റിസൾട്ടിനെ ആണ് നമ്മൾ എന്താ പറയുക, ഈ സർവീസ് മാർക്കറ്റിംഗ്, അങ്ങനെ കൊടുക്കുന്ന ആ കാര്യത്തിന്, അതിനെയാണ് നമ്മൾ സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറയും. ഇപ്പം നമ്മൾ ഒരു ഡോക്ടറുടെ സേവനമാണെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ അഡ്വർടൈസ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, ആ ഡോക്ടേഴ്സിൻ്റെ സർവീസ് അവിടെ അവൈലബിൾ ആണ്. അതിനെയാണ് നമ്മൾ സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറയും. ദെൻ ഈ പറയുന്ന സർവീസ്, ഇറ്റ്സ് പ്രൊഡക്ഷൻ മേ ഓർ മേ നോട്ട് ബി ടൈഡ് ടു എ ഫിസിക്കൽ പ്രോഡക്റ്റ്. ഒരു ഫിസിക്കൽ പ്രോഡക്റ്റിനോട് അനുബന്ധമായിട്ടോ അല്ലാതെയോ ആവാം ഈ നൽകുന്ന സർവീസ്. ഓക്കെ, ചിലപ്പോൾ ഫിസിക്കൽ പ്രോഡക്റ്റ് വേണ്ടി വരും, ചിലപ്പോൾ ഫിസിക്കൽ പ്രോഡക്റ്റ് വേണം എന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളുടെ മാർക്കറ്റിങ്ങിനെ പറയുന്ന പേരാണ് സർവീസ് മാർക്കറ്റിംഗ്. ഇനി നോക്കുക, ഈ സർവീസ് മാർക്കറ്റിങ്ങും പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഗുഡ്സ് മാർക്കറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പം ഗുഡ്സ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് in which the marketing activities are aligned to promote and sell a specific commodity for a particular segment. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു വസ്തുവിൻ്റെ മാർക്കറ്റിങ്ങിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഗുഡ്സ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മാർക്കറ്റിംഗ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ activity offered by the business to its client for adequate consideration. ബിസിനസ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ അയാളുടെ ക്ലയൻസിന് നൽകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്
ഒരിക്കലും കമ്മോഡിറ്റി അല്ല, ഒരു ടാൻജിബിൾ തിങ് അല്ല, ഒരു വസ്തു അല്ല. ഒരു പ്രവർത്തനമോ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ റിസൾട്ടോ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ പ്രോഡക്റ്റ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ളതിൽ 4 P's ആണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് പറയാം. എന്നാൽ സർവീസ് മാർക്കറ്റിംഗിൽ 7 P's ആണ്. അതുപോലെ പ്രോഡക്റ്റ് മാർക്കറ്റിംഗിൽ അത് സെയിൽ ചെയ്യുന്നത് പ്രോഡക്റ്റിന്റെ വാല്യൂവിനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. എന്നാൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം there should be a relationship. We are selling the relationship between the service provider and the clients. The next basis for comparison is who comes to whom. ആരെടുത്ത് കാണുന്നുണ്ട്. In case of the product marketing, the products come to customers. എവിടെയാണ് കസ്റ്റമർ എവിടെയാണുള്ളത് അങ്ങോട്ടേക്ക് പ്രോഡക്റ്റ് എത്തിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നമ്മൾ ഒരു ചൈനീസ് പ്രോഡക്റ്റ്, ഒരു മൊബൈൽ ഫോൺ ആണെന്ന് വിചാരിക്കുക, ചൈനീസ് മൊബൈൽ ഫോൺ. ചൈനയിൽ മാനുഫാക്ചറിങ് കഴിഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ഇന്ത്യക്കാരന് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഇന്ത്യയിൽ കസ്റ്റമർ എവിടെയാണെന്ന് വെച്ചാൽ ആ കസ്റ്റമർ ഉള്ളിടത്തേക്ക് പ്രോഡക്റ്റ് വരും. എന്നാൽ സർവീസ് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സ് കം ടു സർവീസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഡോക്ടറുടെ കേസ് ആണെങ്കിൽ പേഷ്യന്റ് എന്ത് ചെയ്യണം? പേഷ്യന്റ് ഡോക്ടർ എവിടെയാണോ ഉള്ളത്, എവിടെയാണ് അയാളുടെ സർവീസ് നടത്തുന്നത്, എവിടെയാണ് ആ മാനുഫാക്ചറിങ് നടക്കുന്നത്, അങ്ങോട്ടേക്ക് പേഷ്യന്റ് പോകണം. ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ നടക്കുന്നിടത്തേക്ക് കസ്റ്റമർ പോകണം എന്നാണ്. അതാണ് സർവീസ് മാർക്കറ്റിങ്ങിന്റെ പ്രത്യേകത. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ in case of the product marketing, the transfer of ownership is possible. But in case of service marketing, the transfer of ownership is not possible. അതുപോലെ returnability. The products can be returned, but the service cannot be returned after they are handed over. നമ്മളിപ്പോൾ ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു, നമ്മൾ മുക്കത്ത് നമ്മൾ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി, അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ട്. ആ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് അവരിങ്ങോട്ട് തന്ന ആ പ്രോഡക്റ്റിനെ അതേ രൂപത്തിൽ തന്നെ നമുക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും, റിട്ടേൺ ചെയ്യാൻ പറ്റും. പക്ഷേ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് തന്നിട്ടുള്ള സർവീസിനെ അതേ രൂപത്തിൽ ഒരിക്കലും നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യാനായിട്ട് കഴിയില്ല. പിന്നെ നെക്സ്റ്റ് വൺ ടാൻജിബിലിറ്റി. നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് ഈസ് ടാൻജിബിൾ ബട്ട് ദി സർവീസ് ഈസ് ഇൻടാൻജിബിൾ. The next one, separability. The product can be separated from the manufacturer or from the company. രണ്ട് വേർതിരിച്ച് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. എന്ന് പറഞ്ഞാൽ കമ്പനി നമ്മൾ പ്രോഡക്റ്റ് വാങ്ങി, നമ്മൾ അതിൻ്റെ ഓണർഷിപ്പ് എടുത്തു, അതിന് അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് നമ്മൾ പോയി വേറെ എവിടെന്നെങ്കിലും നമുക്കത് ഉപയോഗിക്കണം. ബട്ട് ദ സർവീസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് പ്രൊവൈഡർ. നമ്മൾ സർവീസ് ആരാണോ തരേണ്ടത് അയാളുടെ സർവീസ് മാത്രം വാങ്ങി പോകാൻ നമ്മൾക്ക് ഒരിക്കലും പോസിബിൾ അല്ല. ദെൻ നെക്സ്റ്റ് വൺ, ഇമേജറി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കതിനെ കാണാൻ കഴിയും. അത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് സങ്കല്പിക്കാൻ നമുക്ക് കഴിയും. അതുപോലെ അതിന്റെ പിക്ചർ നമുക്ക് അയാൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അയാൾക്ക് അത് കൃത്യമായി ചെക്ക് ചെയ്ത് തിരിച്ച് അയക്കാനും പറ്റും. ഇപ്പൊ നമ്മൾ ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങിന്റെ ഒക്കെ സമയത്ത് പല വെബ്സൈറ്റുകളിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിന്നോ ആമസോണിന്നോ ഒക്കെ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ അതിന്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ മോഡൽ നമുക്ക് കൃത്യമായിട്ട് ആ പിക്ചറിലൂടെ നോക്കിയിട്ട് ഇത് എങ്ങനെയാണ്, ഇതിന്റെ മെറ്റീരിയൽ എന്താണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സച്ച് കൈൻഡ് ഓഫ് ഇമേജറി ഈസ് നോട്ട് റിസീവ്ഡ് in case of service marketing. And finally, quality comparison. Quality comparison is possible in case of product marketing, but it is not possible in case of service marketing because the quality of service is not measurable. The service is qualitative, not quantitative. So these all are about service marketing. Okay, thank you.